ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ബ്രെഡ് റോളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. എന്നാൽ ശരി, ഇനി സമയം കളയണ്ട, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഈ 4 ഉരുളക്കിഴങ്ങും കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ പച്ചപ്പട്ടാണി. ഇപ്പോൾ പച്ചപ്പട്ടാണി ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ബീൻസ് ആണ് ഉള്ളതെങ്കിൽ അതൊന്ന് 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. ഇതിപ്പോൾ 2 പച്ചമുളകുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി. ഇപ്പോൾ ഈ കപ്പലണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ആയാലും മതി. ഒരല്പം മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി വേണം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൻ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ചെറുതായിട്ട് ഉടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പച്ചപ്പട്ടാണിയും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റോള് തയ്യാറാക്കാം. ബ്രെഡ് റോള് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ബ്രെഡും അതുപോലെ തന്നെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഈ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നമുക്ക് ബ്രെഡ് റോള് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് പെട്ടെന്ന് കട്ടായി വരും. ഇതുപോലെ ഓരോ ബ്രെഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കി വരുന്ന ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും ഈ പാലിലേക്ക് ഇങ്ങനെ മുക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ സ്ക്യൂസ് ചെയ്യാം. നല്ലതുപോലെ പിഴിഞ്ഞിട്ട് ഈ പാല് ഫുള്ള് നമുക്ക് കളയാം. ഇപ്പോൾ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ബ്രെഡിൽ പാല് നല്ലതുപോലെ പിഴിഞ്ഞ് കളയുമ്പോഴത്തേക്കും ബ്രെഡ് നല്ലതുപോലെ ഇതുപോലെ സോഫ്റ്റ് ആവും. ഇതിലേക്ക് നമുക്ക് ഒരല്പം മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതുപോലെ ഓരോ ബ്രെഡിലും മസാല ഫില്ല് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാ ബ്രെഡ് റോൾസും ഞാൻ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ചെറുതായിട്ട് മസാലകളൊക്കെ ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്രെഡിൽ റോൾ ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ ചെറുതായിട്ട് മസാലകൾ പുറത്ത് കാണും. പക്ഷേ നമ്മളത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് മാറിക്കോളും. നമ്മളിപ്പോൾ 4 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞ ബ്രെഡ് ഞാനിപ്പോൾ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ഓരോ ബ്രെഡ് റോളും റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത് മാറ്റാം. എല്ലാ ഉരുളകളും ഇതുപോലെ ഞാൻ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലതുപോലെ അത് ഷേപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആ ബ്രെഡിൻ്റെ മുകളിൽ നിൽക്കുന്ന വെള്ളമൊക്കെ നല്ലതുപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുന്ന ടൈമിൽ മാറി കിട്ടും. ഇനി ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓരോ ബ്രെഡ് റോൾസും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പ്രത്യേകിച്ച് ബ്രെഡ് ക്രംസ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോവും. അതിൻ്റെ പേരിൽ നല്ല ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മീഡിയം ഫ്ലെയിമിന് മുകളിലേക്ക് പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രെഡ് റോൾസ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത്, എങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് സമയമൊന്നും ഇത് ഓയിലിൽ കിടക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇതിനുള്ളിലെ മസാല നല്ലതുപോലെ കുക്ക് ചെയ്തതാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ പുറം ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായാൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് റോൾസ് സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവരും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.